യെസ്. അപ്പോൾ നമ്മളിപ്പം 8 റൂൾ ഡിസ്കസ് ചെയ്തു അല്ലേ? ഇനി 9ാമത്തെ റൂള്. യെസ്. അപ്പോൾ നമ്മൾ 9ാമത്തെ റൂൾ നമ്മൾ പറയുമ്പോൾ ഐദർ, നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഐദർ ഓർ, നെയ്തർ നോർ, നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണ്. അതല്ലാതെ നിങ്ങൾക്ക് ഐദർ അല്ലെങ്കിൽ നെയ്തർ, എനി, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈച്ച്, എവ്രി, നൺ അല്ലേ? ഓഫ് ദി പ്ലസ് ഓഫ് ദി പ്ലസ് നൗൺ ഉണ്ട്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു? ഐദർ ഓർ, നെയ്തർ നോർ, അതേപോലെ നോട്ട് ഓൺലി ബട്ട് ഓൾസോ ആണ്. ഇവിടെ അങ്ങനെയല്ല. ഐദർ സിംപ്ലി നിങ്ങൾക്ക് ഐദർ അല്ലെങ്കിൽ നെയ്തർ അല്ലെങ്കിൽ എനി, ഈച്ച്, എവ്രി, നൺ പ്ലസ് ഓഫ് ദ പ്ലസ് നൗൺ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഐദർ നെയ്തർ, ഐദർ നെയ്തർ നമ്മൾ യൂസ് ചെയ്യണത്, ഐദർ നെയ്തർ നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മളിത് നമ്മുടെ, എനിക്ക് തോന്നുന്നു നൗൺസിൻ്റെയോ പ്രൊനൗൺസിൻ്റെയോ ചാപ്റ്ററിൽ നമ്മളിത് ഡിസ്കസ് ചെയ്തതാണ്. യെസ്. ഐദർ നെയ്തർ നമ്മൾ യൂസ് ചെയ്യേണ്ടത് നമ്മുടെ നൗൺ എന്ന് പറയണ ആൾ 2 in നമ്പർ ആവുമ്പോഴാണ്. നമ്മുടെ നൗൺ എന്ന് പറയണ ആൾ 2 in നമ്പർ ആവുമ്പോഴാണ് നമ്മൾ ഐദർ നെയ്തർ യൂസ് ചെയ്യേണ്ടത്. അതേപോലെ എനി, ഈച്ച്, എവ്രി, നൺ, എനി, ഈച്ച്, എവ്രി, നൺ എന്ന് പറയണത് നമ്മൾ മോർ ദാൻ 2 in നമ്പർ, അത് എത്ര വേണമെങ്കിലും ആവാം, മോർ ദാൻ 2 in നമ്പർ ആവുമ്പോഴാണ് നമ്മുടെ നൗണ് മോർ ദാൻ 2 in നമ്പർ ആവുമ്പോഴാണ് നമ്മൾ എനി, ഈച്ച്, എവ്രി, നൺ ഒക്കെ നമ്മൾ യൂസ് ചെയ്യണത്. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ നൗണ് എന്തായിരിക്കും? ഞാൻ റെഡിൽ എഴുതാം. നമ്മുടെ നൗണ്, ഇവിടെ നമ്മൾ യൂസ് ചെയ്യണ ഈ നൗണ് അത് പ്ലൂറലായിരിക്കണം. പക്ഷെ നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എങ്ങനെയാണ്? സിംഗുലർ ആയിട്ടാണ്. നമ്മുടെ സബ്ജക്റ്റിനെ നമ്മൾ കൺസിഡർ ചെയ്യണത് സിംഗുലർ ആയിട്ടാണ്. പിന്നെ നമ്മുടെ വെർബ്, സബ്ജക്റ്റ് സിംഗുലർ ആയതുകൊണ്ട് നമ്മുടെ വെർബ് എന്തായിരിക്കും? വെർബും സിംഗുലർ ആയിരിക്കും. യെസ്. നമ്മുടെ പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. നമ്മുടെ പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. മനസ്സിലായോ? നമ്മുടെ പ്രൊനൗണും സിംഗുലർ ആയിരിക്കും. മനസ്സിലായല്ലോ? യെസ്. അപ്പോൾ നോക്കിക്കോളൂ, നമ്മൾ എക്സാമ്പിൾ പറയുമ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇത് തൽക്കാലം എന്താണ് ചെയ്യുക? ഇത് മായ്ക്കാം. ഓക്കെ, ഇത് മായ്ക്കാം. Any of the 4 friends, any of the 4 friends are, അല്ലെങ്കിൽ വേണ്ട, any of the 4 friends have to come forward, for presenting their ideas before the class, before the students, before their classmates, any of the 4 friends have to come forward for presenting their ideas before their classmates.
before their classmates. Okay, before their classmates. അത്രയും മതി. യെസ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എനിയാണല്ലേ, എനിയാണ്. നമ്മൾ പറഞ്ഞു മോർ ദാൻ 2 ഇൻ നമ്പർ ആണെങ്കിൽ നമ്മൾ എനി, ഈച്ച്, എവ്രി, നൺ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇവിടെ 4 ഫ്രണ്ട്സ് ആണ്. 4 എന്ന് പറയുന്നത് മോർ ദാൻ 2 ഇൻ നമ്പർ ആണ്. 4 എന്ന് പറയുന്നത് 2-നേക്കാളും കൂടുതലാണ്. സോ നമ്മളിവിടെ എനി യൂസ് ചെയ്തത് കറക്റ്റ് ആണ്. ഇനി ഈ ഹാവ് എന്ന് പറയുന്നത് ആരുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്? എനിയുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്ത് കിടക്കുന്നത്. നമ്മുടെ സബ്ജക്റ്റ് എന്താണ്? നമ്മുടെ ഇവിടെ നിങ്ങൾ നോക്കിക്കോളൂ, നമ്മുടെ നൗൺ എന്തായിരിക്കണം എന്നാണ് പറഞ്ഞ്, നൗണ് നമ്മൾ പ്ലൂറൽ ആയിരിക്കണം എന്ന് പറഞ്ഞ് ഇവിടെ 4 ഫ്രണ്ട്സ് എന്ന് തന്നിട്ടുണ്ട്. 4 ഫ്രണ്ട്സ് എന്ന് തന്നിട്ടുണ്ട്. സോ നൗൺ പ്ലൂറൽ ആണ്. ഈ ഹാവ് എന്ന് പറയുന്ന ആള് നമ്മുടെ സബ്ജക്റ്റുമായിട്ടാണ് അസോസിയേറ്റഡ്. സബ്ജക്റ്റ് എന്താണ് ഈ കേസിൽ? സിംഗുലർ ആണ്. സോ ഹാവ് അല്ല വരണ്ടേ, ഹാസ് ആണ് വരണ്ടേ. എനി ഓഫ് ദ 4 ഫ്രണ്ട്സ് ഹാസ് ടു കം ഫോർവേഡ് ഫോർ പ്രസൻറ്റിങ് ദയർ ഐഡിയ അല്ല, ഹിസ് ഐഡിയ. ഐഡിയാസ് ബിഫോർ ദയർ ക്ലാസ്മേറ്റ്സ് അല്ല, ഹിസ് ക്ലാസ്മേറ്റ്സ് ആണ്. മനസ്സിലായല്ലോ? സോ വെർബ് ഈ എനി ഓഫ് ദ അല്ലെങ്കിൽ എന്താണ്, ഈച്ച് ഓഫ് ദ, എവ്രി ഓഫ് ദ, നൺ ഓഫ് ദ, ഐദർ, നെയ്തർ എന്ന് പറയുന്ന വേർഡ്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ സബ്ജക്റ്റ്, നമ്മുടെ നൗണ്, ആ ഓഫ് ദയ്ക്ക് ശേഷം വരുന്ന നൗൺ എന്തായിരിക്കണം? ഓഫ് ദയ്ക്ക് ശേഷം വരുന്ന നൗണ് പ്ലൂറൽ ആയിരിക്കണം. പക്ഷേ നമ്മുടെ വെർബ് സിംഗുലർ ആയിരിക്കും. ബിക്കോസ് നമ്മുടെ ഹോൾ സബ്ജക്റ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഈ ഓഫ് ദയ്ക്ക് ശേഷം വരുന്ന ഈ നൗൺ എന്തായിരിക്കും? പ്ലൂറൽ ആയിരിക്കും. ഈ നൗണ് പ്ലൂറൽ ആയിരിക്കും. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണ്, വെർബും സിംഗുലർ ആണ്, പ്രൊനൗണും സിംഗുലർ ആണ്. മനസ്സിലായല്ലോ? ഇവിടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട വേറൊരു വേർഡ് ഉണ്ട്, വൺ ഓഫ്. വൺ ഓഫ് ദ. വൺ ഓഫ് ദ എന്ന് വന്നാലും, വൺ ഓഫ് ദ എന്ന് വരുമ്പോഴും അങ്ങനെയാണ്. വൺ ഓഫ് ദ 8 മാസ്റ്റർ. വൺ ഓഫ് ദ 8 മാസ്റ്റർ ആർ asked to meet their head. One of the 8 master are asked to meet their head. One of the എന്ന് വന്നിട്ടുണ്ടെങ്കിലും അതിനുശേഷം വരുന്ന നൗൺ എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. അപ്പോൾ നമ്മുടെ ഹോൾ സബ്ജക്റ്റിനെ നമ്മൾ എങ്ങനെയാണ് കാര്യം? നൗണ് പ്ലൂറലാണ്, മാസ്റ്റേഴ്സ് ആണ് വരട്ടെ. പക്ഷേ ഹോൾ സബ്ജക്റ്റിനെ നമ്മൾ സിംഗുലർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് ആർ അല്ല, വെർബ് ഇസ് ആണ്. പ്രൊനൗണ് ദെയർ അല്ല, ഹിസ് ആണ്. മനസ്സിലായല്ലോ? പ്രൊനൗണ് ദെയർ അല്ല, ഹിസ് ആണ്. യെസ്, മനസ്സിലായല്ലോ? അപ്പോൾ വൺ ഓഫ് ദ എന്ന് വന്നാലും, അപ്പോൾ ഐദർ ഓഫ് ദ, നെയ്തർ ഓഫ് ദ, എനി ഓഫ് ദ, ഈച്ച് ഓഫ് ദ, എവ്രി ഓഫ് ദ, നൺ ഓഫ് ദ, അതേപോലെ വൺ ഓഫ് ദ എന്ന് വന്നാലും എല്ലാം നമ്മുടെ നൗണ് വരേണ്ടത് പ്ലൂറലാണ്. പക്ഷേ സബ്ജക്റ്റ് സിംഗുലർ ആണ്. സോ വെർബ് സിംഗുലർ ആണ്. അതേപോലെ പ്രൊനൗണും സിംഗുലർ ആണ്. മനസ്സിലായല്ലോ? യെസ്. വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുമ്പോൾ ഈച്ച് ഓഫ് ദി 100 questions, each of the 100 questions അല്ല, question are to be attended with full care, attended with full care as the questions
are quite tough for the students who appeared for their examination. Conducted by their school അല്ലെങ്കിൽ college authorities for filtering out them for their campus placement. ഓക്കെ, കുറച്ച് ലെങ്തി ആയ ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ, നോക്കിക്കോളൂ. ഈച്ച് ഓഫ് ദ 100 ക്വസ്റ്റ്യൻ are to be attended with full care as the questions asked are quite tough for the students who appeared for their examination conducted by their college authorities for filtering out them for their campus placement. നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞു, ഇവിടെ നമുക്ക് ഒരുപാട് വെർബ് ഉണ്ട്, ഒരുപാട് പ്രൊനൗൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം ഈ സെൻറ്റൻസിൻ്റെ മീനിങ് എന്താണ്. ഈച്ച് ഓഫ് ദ എന്നുള്ളൊരു ഫ്രേസ് ഉണ്ട്. സോ ഈച്ച് ഓഫ് ദയ്ക്ക് ശേഷം വരുന്ന നൗൺ എന്തായിരിക്കണം? നൗണ് മോർ ദാൻ 2 ഇൻ നമ്പർ ആയിരിക്കണം, അത് പ്ലൂറൽ ആയിരിക്കണം. സോ ഇവിടെ അവർ എന്താണ് തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ എന്നാണ് തന്നിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻ അല്ല, ക്വസ്റ്റ്യൻസ് ആണ്. അതുവരെ ക്ലിയർ ആയി. ഇനി ഈ ഈച്ച് ഓഫ് ദ 100 ക്വസ്റ്റ്യൻസുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വെർബ്. ഓക്കെ, അപ്പോൾ ഈ ഒരു എന്താ പറയുക, ഈ ഈച്ച് ഓഫ് ദ 100 ക്വസ്റ്റ്യൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വെർബായാലും പ്രൊനൗൺ ആയാലും അതെല്ലാം സിംഗുലർ ആണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ബേസ്ഡ് ഓൺ ആ ഒരു പെർട്ടിക്കുലർ നൗണിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നോക്കിക്കോളൂ, ഈച്ച് ഓഫ് ദ 100 ക്വസ്റ്റ്യൻസ് ഈ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ഈച്ച് ഓഫ് ദ ആയിട്ടാണ് അസോസിയേറ്റഡ്. ആർ ടു ബി അറ്റൻഡഡ് വിത്ത് ഫുൾ കെയർ അല്ലേ, ആർ ടു ബി അറ്റൻഡഡ് വിത്ത് ഫുൾ കെയർ as the questions asked are quite tough for the students. ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് സ്റ്റുഡൻസിന് കുറച്ച് ടഫാണ്. ഹൂ അപ്പിയേർഡ് ഫോർ ദെയർ എക്സാമിനേഷൻ, ഈ എക്സാമിനേഷൻ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? സ്റ്റുഡൻസുമായിട്ടാണ്. സ്റ്റുഡൻസ് അവരുടെ എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത സ്റ്റുഡൻസ് അല്ലേ, അപ്പിയേർഡ് ഫോർ ദെയർ എക്സാമിനേഷൻ, അവരുടെ എക്സാമിനേഷൻ അപ്പിയർ ചെയ്ത ആ സ്റ്റുഡൻസിന് ആ ക്വസ്റ്റ്യൻസ് ടഫായി ഫീൽ ചെയ്തു. സോ ഈ ദെയർ സ്റ്റുഡൻസുമായിട്ടാണ് അസോസിയേറ്റഡ്. കണ്ടക്റ്റഡ് ബൈ ദെയർ കോളേജ് അതോറിറ്റീസ്, അഗെയിൻ ദെയർ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? സ്റ്റുഡൻസുമായിട്ടാണ്. ഈ ഒരു എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്തത് ക്വസ്റ്റ്യൻസിൻ്റെ കോളേജ് അതോറിറ്റീസ് അല്ല അല്ലേ, ക്വസ്റ്റ്യൻസിൻ്റെ കോളേജ് അതോറിറ്റീസ് അല്ല, സ്റ്റുഡൻസിൻ്റെ കോളേജ് അതോറിറ്റീസ് ആണ്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കോളേജ് അതോറിറ്റീസ് എന്ന് പറയുമ്പം ദെയർ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? സ്റ്റുഡൻസുമായിട്ടാണ് അസോസിയേറ്റഡ്. കോളേജ് അതോറിറ്റീസ് ഫോർ ഫിൽറ്ററിങ് ഔട്ട് ദം, ആരെ ഫിൽട്ടർ ചെയ്യാനാണ്? ക്വസ്റ്റ്യൻസ് ഫിൽട്ടർ ചെയ്യാനല്ല, നമ്മുടെ സ്റ്റുഡൻസിനെ ഫിൽട്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. യെസ്, ഫോർ ദെയർ ക്യാമ്പസ് പ്ലേസ്മെൻറ്റ്. എഗെയിൻ ഈ ദെയർ ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? ഈ ദെയർ നമ്മുടെ സ്റ്റുഡൻറ്റുമായിട്ടാണ് അസോസിയേറ്റഡ്. അപ്പോൾ ഇവിടെ ഒരുപാട് 3 ദെയർ ഉണ്ടല്ലോ, ഈ 3 ദെയറും ആരുമായിട്ടാണ് അസോസിയേറ്റഡ്? സ്റ്റുഡൻസുമായിട്ടാണ് അസോസിയേറ്റഡ്. സോ അതുകൊണ്ട് അത് ദെയർ എന്നുള്ളത് കറക്റ്റായ യൂസേജ് ആണ്. ഇവിടെ 6 മാത്രമാണ് ഈച്ച് ഓഫ് ദ 100 ക്വസ്റ്റ്യൻസുമായിട്ട് അസോസിയേറ്റഡ്. സോ അവിടെ എന്ത് വരും? ഇസ് വരും. മനസ്സിലായല്ലോ? യെസ്.
ഓക്കെ.